ഈയൊരു ഹോസ്റ്റലിലെ റൂമുകൾ കണ്ടോ, അടിപൊളി അല്ലേ. എല്ലാവരും ഇങ്ങനെ കാരവനിലാണ് കിടന്നുറങ്ങുന്നത്. ഇപ്പുറത്ത് തന്നെ റെസ്റ്റ് റൂമുണ്ട്, കുട്ടികൾ കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് പണ്ടൊരു ഫാക്ടറി ആയിരുന്നു. ആ ഫാക്ടറി അവരൊരു ഹോസ്റ്റലാക്കി എടുത്തതാണ്. ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാരവൻസിൻ്റെ ഉള്ളിലാണ് സ്റ്റേ. അപ്പം ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയതാ ഈ കാരവനിലാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാരവൻ്റെ ഉള്ളിൽ ഹോസ്റ്റലൊക്കെ എടുത്ത് താമസിക്കുന്നത്. പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു ടേബിള്, പിന്നെ ഇങ്ങനെ ഒരു ബെഡും ഉണ്ട്. നമുക്കിങ്ങനെ കറക്റ്റ് എണീറ്റ് നിൽക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തലൊന്നും മുട്ടുമല്ലോ. ഒരു കറക്റ്റ് ഒരു 6 അടി ഉണ്ട് നിൽക്കാനായിട്ട്. കുഞ്ഞു റൂം. അതിൻ്റെ ഉള്ളിൽ ചെറിയ ഡ്രോവേഴ്സ് ഉണ്ട്, സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. എല്ലാ ഡ്രോവേഴ്സാണ്. പിന്നെ കീ. 2 പേർക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ കാല് നീട്ടി വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വലിയ പൈസ ഇല്ല ഇങ്ങനെ ഒരു ഇതിൽ താമസിക്കാനായിട്ട്. എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ്, ചായ ഉണ്ടാക്കാനായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇവരൊക്കെ വെച്ചതാണോ അതോ വേറെ ആരെങ്കിലും വെച്ച് പോയതാണോ എന്നറിയില്ല. അപ്പം ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങട്ടെ. ലോക്ക് ചെയ്ത് നമ്മൾ പെട്ടി എടുത്ത്, ഇവിടെ കുറേ ആൾക്കാർ ഇതിലൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. ഈ ചെറിയ ഇതിലൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ കാരവൻസ് ആണെന്നുണ്ടെങ്കിൽ വലിയ കാരവൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരൊറ്റ ആളായതുകൊണ്ടാണ് ചെറിയ കാരവൻസ് എടുത്തത്. കണ്ടോ, ഇത് വലിയ കാരവനാണ്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ പുറത്തിരിക്കാം, സംസാരിച്ചിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്യാമ്പിംഗ് പോലെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ റിസപ്ഷൻ ഉണ്ട്. ഇതൊരു ഹോസ്റ്റൽ പോലെയാണ്. തൊട്ടിപ്പുറത്ത് പബ്ബുണ്ട്. അങ്ങനെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കളിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ ജർമ്മനിയിലെ ട്രിബർഗിലാണ്. ആക്ച്വലി ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയ. നോക്കിയേ, ബാക്കിൽ കംപ്ലീറ്റ്ലി കാണുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയ ആണ്. ഏകദേശം 6000 സ്ക്വയർ കിലോമീറ്റർ ഉള്ളതാണ് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് പറയാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, ഇവിടെ ഫുൾ തിക്ക് ഫോറസ്റ്റ് ആണ്. തിക്ക് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ തിക്ക് ഫോറസ്റ്റ്. അപ്പോൾ ആ ഒരു കറുത്ത കളറായതുകൊണ്ടാണ് പണ്ട് മുതൽ ഇവിടെ ആളുകൾ വന്നിട്ട് ഇതിനെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ വേൾഡിലെ ഏറ്റവും വലിയ കുക്കു ക്ലോക്ക് ഉണ്ട്. വേൾഡിൽ റെക്കോർഡ് കിട്ടിയതാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയത്. നമ്മളെ നാട്ടിൽ പണ്ട് ഒരു പഴയ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുക്ക് വന്നിട്ട് ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നില്ല, അത് ഇവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ബ്ലാക്ക് ഫോറസ്റ്റ് കണ്ട് ഈ ഒരു കുക്കു ക്ലോക്ക് ഫാക്ടറിയിൽ പോയി കുക്കുനെ വാങ്ങിയിട്ടാണ് പോകാന്ന് പറയുന്നത്. നമ്മളിപ്പോൾ തൊട്ടടുത്ത് അങ്ങോട്ടാണ് പോകുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ട്രിബർഗ് വാട്ടർഫാൾസ് ഉണ്ട്. ജർമ്മനിലെ തന്നെ ഏറ്റവും വലിയൊരു വാട്ടർഫാളാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് പറയുന്നതിൻ്റെ ഒറിജിൻ ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ വന്നിട്ട് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ കഴിക്കും ഇന്ന്. അതാണ് ഇന്നത്തെ യാത്ര. പിന്നെ ഇതാണ് ഞാൻ താമസിച്ച ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ദഹേം എന്നാണ് അതിൻ്റെ പേര്. ഞാൻ booking.com ത്രൂ ആണ് ബുക്ക് ചെയ്തത്. ദഹേം ഇതിൽ തന്നെ പബ്ബുണ്ട്, ഹോസ്റ്റൽ പോലെയാണ്, ചീപ്പാണ്. നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാറ് പാർക്ക് ചെയ്യാം, പൈസ ഒന്നും കൊടുക്കണ്ട. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയിൽ. അടിപൊളി. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ആദ്യം ട്രിബർഗ് വാട്ടർഫാൾ കാണാനും വാട്ടർഫാളിന് ശേഷം കുക്കു ക്ലോക്കും, അതിനുശേഷം നമ്മൾ പോകുന്നത് കേക്ക് കഴിക്കാനാണ് ടിറ്റിസി ലേക്കിൻ്റെ അവിടെ. അതിനുശേഷം ഞാൻ പിന്നെ നേരെ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലോട്ടാണ്. സ്വിറ്റ്സർലാൻഡിൽ ഞാൻ മുന്നേ പോയിട്ടുള്ളതാണ്. ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മിസ്സായതാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾ ആയിട്ടുള്ള റെയിൻ വാട്ടർഫാൾസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് വന്ന സ്ഥലത്തോട്ട് തന്നെ വീണ്ടും വരണം എന്നുള്ളതല്ലേ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് വരുന്നുണ്ട് നവംബറിൽ. യൂറോപ്പ് ട്രിപ്പാണ്, ഗംഭീര ട്രിപ്പാണ്. അപ്പോൾ വരുന്നേക്കാളും മുമ്പ് എനിക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമൊക്കെ. അപ്പോൾ ആദ്യം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് വന്ന് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ യൂറോപ്പിൻ്റെ വേറൊരു വലിയ ട്രിപ്പ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴി അപ്ഡേറ്റ് ചെയ്ത് തരാം. അതൊക്കെ ആ ഗ്രൂപ്പിലും ഉണ്ടാവും. അപ്പോൾ പോയിട്ട് നമ്മളുടെ എക്സ്പ്ലോറിങ് തുടങ്ങട്ടെ, കാണിച്ചു തരാം. ഈ ട്രിബർഗ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വില്ലേജാണ്. ഇതേപോലത്തെ കുറേ കടകൾ കാണാൻ പറ്റും. ഒരുപാട് ഇതേപോലത്തെ കഫേസ് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും കോഫി കുടിക്കാനൊക്കെ പറ്റും. അതാണ് നമുക്ക് പോകേണ്ട വാട്ടർഫാൾ. അതിലെ കൂടെ നടന്ന് കയറണം നമുക്ക്.
നിങ്ങൾക്കിവിടെ ഹൈക്ക് ചെയ്യാനൊക്കെ പറ്റും. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 163 മീറ്ററാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഹയസ്റ്റ്, ജർമ്മനീസ് ഹയസ്റ്റ് വാട്ടർഫോൾ. 500,000 വിസിറ്റേഴ്സ് പെർ ഇയർ ഈ ഒരു വാട്ടർഫാൾസ് കാണാൻ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുന്ന് നടന്ന് പോകുമ്പോൾ തന്നെ ഒരു അരുവികളുടെ കളകള ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ നടന്നു പോവുക. ബ്ലാക്ക് ഫോറസ്റ്റിൽ കൂടെ രാവിലെ തന്നെ നടക്കണ്. രാവിലെ തന്നെ കുടിച്ചെന്താണെന്നറിയോ? ഒരു കാപ്പച്ചിനോയും ഒരു ബ്രെഡും. നടന്ന് കയറി വരുമ്പോൾ ഞാൻ രസകരമായിട്ടുള്ളൊരു സംഭവം കണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് പതുക്കനെ ഏങ്ങി വലിച്ച് പോടുന്നുണ്ടെങ്കിൽ അതിലേക്കൂടെ നടന്ന് പോവാ. പെട്ടെന്ന് നല്ല കയറ്റം കയറി പോകണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടെ നടക്കാം. നമുക്ക് പെട്ടെന്ന് കയറ്റാം. കഴിച്ചതൊക്കെ ദഹിക്കട്ടെ. എൻ്റെ കാലറി അമ്മാവാ. എൻ്റെ ഉള്ളിലൊക്കെ നോക്ക്, ശരിക്കും തിക്ക് ഫോറസ്റ്റാണ്. അങ്ങനെ ഇതാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. എൻ്റെ ഡ്രോൺ ഷോട്ടിൽ കാണുമ്പോഴാണ് എൻ്റെ ഏറ്റവും രസം. ഇതിൻ്റെ മുകളിലേക്ക് കുറേ ഹൈക്ക് ചെയ്ത് പോവാം. പക്ഷെ നമുക്ക് അതിന് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് തെറിക്കാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നും വിടാം. കറക്റ്റ് 10 മണിക്ക് തന്നെ നോക്കിയേ. TTC ലേക്കിൻ്റെ അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറേ കഫേസും ആളുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടിങ് ചെയ്യാം, ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. നൈസ് ഏരിയ, സെറ്റ്. നമുക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിച്ചാലോ? ബ്ലാക്ക് ഫോറസ്റ്റിൽ വന്നിട്ട് നമ്മൾ ഇത്ര നാളും കഴിച്ച നാട്ടിൽ നിന്ന് കഴിച്ച ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒന്നും ശരിക്കും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കേ അല്ല. ഒത്തൻറ്റിക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഫ്രം ജർമ്മനി, ഫ്രം ബ്ലാക്ക് ഫോറസ്റ്റ്. അങ്ങനെ നമ്മൾ TTC ലേക്ക് കണ്ടു. ഇവിടുന്ന് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലോട്ടാണ്. സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്ഥലത്തോട്ട്, യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് വാട്ടർഫാൾസ്. നമ്മളിതാ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് ബോർഡറിലെത്തിയിരിക്കുകയാണ്. ഫ്ലാഗ് കണ്ടോ? ഫിഷ് ആൻഡ് ചിപ്സും ബിഹൈൻഡിൽ റൈൻ ഫാൾസും. എങ്ങനെയുണ്ട്? അപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സ് ഇങ്ങനെ കുത്തി കഴിക്കാം. ആ വെള്ളത്തിൻ്റെ ഒക്കെ ആ ഒരു തെളിമ നോക്കിയാൽ, ഒരു ക്ലാരിറ്റി നോക്കിയാൽ, ആ മീനുകളെയും ആ താറാവൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് അല്ലേ? സൂപ്പർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഇതാണ് മോനെ സ്വിറ്റ്സർലാൻഡ്. അങ്ങനെ റൈൻ ഫാൾസിന്റെ ഏറ്റവും ടോപ്പില്